വെൽക്കം ബാക്ക് ടു FTT. നമ്മളിപ്പോൾ ഇന്ന് കാലത്ത് എലിഫൻ്റ കേവ്സിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് 4 മണിയോടുകൂടി ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് നിൽക്കുകയാണ്. സോ നമ്മുടെ കാർ ഇവിടെ ഇന്നലെ രാത്രി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ വഴിയിൽ തന്നെ. അപ്പോൾ എല്ലാം നമ്മൾ മോർണിംഗ് തന്നെ ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ കയറ്റി വെച്ചു. ഇനി മുംബൈയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. നല്ല തിരക്കിൻ്റെ സമയമാണ്, തിരക്കിനി കൂടി വരെയുള്ളൂ. അപ്പോൾ ട്രാഫിക് നന്നായിട്ട് തന്നെ ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ട്രാഫിക് സെൻസ് ഇല്ലാത്തവരും റോഡിലുണ്ട്. മനസ്സിലായി ആളെന്തോ പ്രശ്നക്കാരിയാണ്. ദ ഹജ്ജ് ഹൗസ് മുംബൈയുടെ മുമ്പിൽ നല്ല തിരക്കുണ്ട്. അത് തിരക്ക് നിയന്ത്രിക്കാനും മറ്റ് വേറെ സെക്യൂരിറ്റി ഇഷ്യൂസിനായിരിക്കാം പോലീസും പട്ടാളവും അവിടെ ഉണ്ട്. അങ്ങനെ 3.5 കിലോമീറ്റർ നീങ്ങാനായിട്ട് 20 മിനിറ്റ്സ് എടുത്തു. റൈറ്റിൽ കാണുന്ന വലിയ ഡോം, വലിയ സംഭവമാണ്. സാരാസനിക് സ്ട്രക്ചർ 19th സെഞ്ച്വറിയിലെ. അത് ഇപ്പോൾ BMC കെട്ടിടം, കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ മഹാപാലിക മാർഗിലേക്ക് എത്തി. ഇതിൻ്റെ റൈറ്റിൽ നമ്മളിത് CSMT ടെർമിനസ്, നമ്മുടെ ലെഫ്റ്റിൽ കാണുന്ന BMC കോർപ്പറേഷൻ കെട്ടിടം. നമുക്കിതൊക്കെ കാണണം, പക്ഷേ നല്ല ട്രാഫിക്കാണ്. 1 ഇഞ്ച് പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് ബൈ കാഴ്ച തന്നെയേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ ബോംബെയിലെ വൺ ആൻഡ് ഓൺലി VT എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന, ഇപ്പോൾ CSMT എന്നറിയപ്പെടുന്ന ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്. ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഗംഭീര സംഭവമാണ് അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു റെയിൽവേ ടെർമിനസ്. യുനെസ്കോ ഹെറിറ്റേജ് പട്ടികയിലുള്ളതാണ്. ഇത് ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്വീൻ വിക്ടോറിയയുടെ കൊറോണേഷന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണിത് കംപ്ലീറ്റ് ചെയ്തത്. 1888 ഇതിന്റെ കംപ്ലീഷൻ പൂർത്തിയായത്. അതിന് മുമ്പേ തുടങ്ങി അതിനോടൊപ്പം കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിത് അവസാനിപ്പിച്ച ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലെയാണ്. പക്ഷെ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്തിക്, മുഗൾ, അങ്ങനെ എല്ലാ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്ചറൽ രീതികളൊക്കെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കാവിങ്സും പില്ലേഴ്സും ഓരോ സൂക്ഷ്മമായിട്ട്, ഇത്രയും പഴയതാണെങ്കിലും ഇത്ര പ്രിസൈസായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് 1878 തുടങ്ങിയിട്ട് 1888 കഴിഞ്ഞു എന്ന് പറയുമ്പോ വർഷത്രയായി. 140 അപ്പൊ ഗോൾഡൻ ജൂബിലി ഓഫ് ക്വീൻ വിക്ടോറിയ റെയിൻ, കൊറോണേഷൻ അല്ല, ക്വീൻ വിക്ടോറിയയുടെ ഗോൾഡൻ ജൂബിലി. അപ്പോൾ അതിനെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സ്റ്റേറ്റസ് കൊടുത്തത് 2004 ഇതിനൊരു അംഗീകാരമായിട്ട്. ഇറ്റ്സ് വിക്ടോറിയൻ ഗോത്തിക് റിവൈവൽ ആർക്കിടെക്ചറിൻ്റെ ഒരു സ്റ്റൈലാണ്. അങ്ങനെ ഒറ്റ റെയിൽവേ ടെർമിനസും ഇല്ല ലോകത്ത് തന്നെ ഓപ്പറേഷണലായിട്ട് ഈ ഒരു പദവിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ റെനോവേഷനും ഇതൊക്കെ നടക്കുന്നുണ്ട്. കുറേയും കൂടി ഭംഗിയാവും. മുംബൈയുടെ വഴികളിൽ കൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ പോകുമ്പോൾ കാണുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ഭയങ്കര രസമുള്ള ആ ഒരു പുരാതനമായിട്ടുള്ള പ്രൗഢിയും ഒക്കെ ഉള്ളത്. പിന്നെ വഴികൾ കുറച്ചും കൂടി പെട്ടെന്ന് ഓർമ്മ കൊൽക്കത്തയായിട്ടാണ് കുറേയും കൂടി ഈ കെട്ടിടങ്ങൾക്കൊക്കെ സാമ്യം കേട്ടോ. പക്ഷേ വഴികൾ കുറേയും കൂടി ബ്രോഡാണ്. കൊൽക്കത്തയുടെ വഴികൾ കുറച്ചും കൂടി നാരോ ആണ്. പിന്നെ ടാക്സികൾ ഇങ്ങനെയല്ലല്ലോ. ഈ ടാക്സികൾ ഇപ്പോൾ നമ്മുടെ അവിടെ ഇല്ല. കൽക്കത്തയിലെ മറ്റേ യെല്ലോ അംബാസിഡറുകളും ഇവിടെ ഇപ്പോൾ അധികം സാൻഡ്രയാണ്. ടാക്സികള് അത് മാറി കൂടുതലും സിറ്റി കമ്മ്യൂട്ടിന് കുറച്ചും കൂടി കൺവീനിയന്റ് ആണ്. ഇതുകൊണ്ടാവാം. ബിൽഡിങ്ങുകളൊക്കെ ഗംഭീരമാണ്. നല്ല ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ ആർക്കിടെക്ചറിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ. ഇനി ഫ്ലോറ ഫൗണ്ടൻ, അതുപോലെ ക്ലോക്ക് ടവറുകൾ. അപ്പോൾ ബ്രിട്ടനിലുള്ള ഒരു ആർക്കിടെക്ചറൽ പീസുകളുടെ അതേ റെപ്ലിക്കൊക്കെ അവരിവിടെ പണിതിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലോകത്തെ ആർട്ട് ഡെക്കോ കളക്ഷൻ, ഈ ആർക്കിടെക്ചറൽ കെട്ടിടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മയാമിയിലും, രണ്ടാമത് ബോംബെയിലാണത്രേ, അല്ല മുംബൈയിലാണത്രേ. അപ്പോൾ എന്തായാലും മുംബൈക്ക് ഇനിയും ഒരു വരവ് വരേണ്ടി വരും. ഇതാണ് ഫ്ലോറ ഫൗണ്ടൻ. ഇത് ഫോർട്ട് ഏരിയ ആണ്, സൗത്ത് മുംബൈയുടെ ഫോർട്ട് ഏരിയ. അവിടെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്
1864 ബ്രിട്ടീഷ് രാജിൻ്റെ സുവർണകാലത്ത് പണിതതാണ്. അന്നത്തെ ബോംബെ ഗവർണർക്ക് ഒരു ആദര സൂചകമായിട്ടാണ് ഇത് സ്ഥാപിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ പേര് ഒഫീഷ്യലി കുറച്ച് വർഷം മുമ്പ് 1960 എന്തോ മാറ്റിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന് എന്തോ ഹുതാത്മ ചൗക്ക് അങ്ങനെ ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ തദ്ദേശീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എല്ലാവരുടെ മനസ്സിൽ ഇത് ഫ്ലോറ ഫൗണ്ടൻ തന്നെയാണ്. അപ്പോൾ നല്ല തിരക്കിൻ്റെ സമയമാണ്. സമയം 5:30ആയി. പാർക്കിംഗ് ഒന്നും എവിടെയും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോയി മുംബൈയുടെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടു പോവാണ്. ഇനി രാജാബായി ക്ലോക്ക് ടവർ. മജസ്റ്റിക് മാത്രമേ പറയാനുള്ളൂ. ഇത് ഗംഭീരല്ലേ, ബിഗ് ബെൻ പോലെ. ഇതാണ് മുംബൈയിലെ രാജാബായി ക്ലോക്ക് ടവർ. 1878 പണി കഴിഞ്ഞ വിക്ടോറിയൻ ഗോതിക് മാസ്റ്റർ പീസ്. ഇത് ലോകത്ത് വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. ദ വിക്ടോറിയൻ ആൻഡ് ആർട്ട് ഡെക്കോ എൻസെമ്പിൾ ഓഫ് മുംബൈ എന്നുള്ള രീതിയിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് 2018 ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മുംബൈ യൂണിവേഴ്സിറ്റിയുടെ ഫോർട്ട് ക്യാമ്പസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഇതിൻ്റെ ഈ ടവറിൽ. ഈ സ്പൈരൽ ടവറിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഈ ബിഗ് ബെൻ പോലെയുള്ള ഈ മാതൃകയിൽ പണിത ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റും. വലിയ മാസീവ് ക്ലോക്ക് ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ളതുണ്ട്. പക്ഷേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. പുറത്തുനിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. അങ്ങനെ ചുറ്റുകോവണികൾ, സ്റ്റെയിൻ ഗ്ലാസ്സുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഗംഭീരമാണെന്നാണ് പറയുന്നത്. ഈ ബ്രിട്ടീഷ് സ്ട്രക്ചറിനെ എങ്ങനെ രാജാബായി എന്ന് പേര് വന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു കഥയാണ്. ഇത് ബ്രിട്ടീഷുകാർ ഫണ്ടില്ലാണ്ട് നിർത്തിവെച്ചപ്പോൾ അന്നത്തെ വലിയ കോടീശ്വരൻ പ്രേംചന്ദ് റോയ് ചന്ദ്, പഴയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ സ്ഥാപിച്ച ആളാണെന്നാണ് പറയുന്നത്. പുള്ളിയാണ് ഇത് ഫണ്ട് ചെയ്തത്. ആകെ ചിലവായ 5,50,000 2 ലക്ഷം രൂപ, അന്നത്തെ വലിയൊരു തുക പുള്ളി അങ്ങനെ കൊടുത്തു. അത് ശരിക്കും യൂണിവേഴ്സിറ്റി ലൈബ്രറിക്കുള്ള ഒരു ക്ലോക്ക് ടവർ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ 2 ലക്ഷം രൂപയ്ക്ക് സ്വന്തം അമ്മയുടെ പേര് ഇങ്ങനെ അനശ്വരമാക്കി. പുള്ളിയുടെ അമ്മ ജെയിൻ ബിലീഫിൽ പെട്ടവരാണ്. ചെവി കേൾക്കില്ലായിരുന്നു പുള്ളി. അപ്പോൾ ഈ സമയത്ത് ഈ ടൈമിങ്, ഈ ക്ലോക്ക് ടൈമിങ് കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ സ്നേഹം. അങ്ങനെ 280 അടി വരെയുള്ള ഈ ഗോത്തിക് വിക്ടോറിയൻ സ്റ്റൈൽ ഇതിങ്ങനെ സ്ട്രക്ചർ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന രസമാണ്. ഗംഭീരമാണിത്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ശാന്തതയും പ്രൗഢിയും ഉണ്ട്. പിന്നെ ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ബിഗ് ബെൻ കാണാത്തൊരു വിഷമം മാറും. പക്ഷേ ഇതിനോട് അനുബന്ധിച്ച് വേറൊരു ട്രാജഡി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറാൻ അനുവദിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ 1891 ഇതിൻ്റെ മുകളിൽ അന്നത്തെ ഗോദ്രേജ് ഫാമിലിയുടെ പെട്ടതിൻ്റെ ഓണറുടെ വൈഫും പെങ്ങളും വീണ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ പോവാണ്. ഇത് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ CSMT ടെർമിനസ്. നമ്മുടെ ടെർമിനസ് എങ്കിലും അതിൻ്റെ തലപ്പൊക്കം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രാജാബായി ക്ലോക്ക് ടവറിൻ്റെ ഒന്ന് പറ്റാവുന്ന വശത്തു കൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അങ്ങനെ നേരെ മെറൈൻ ഡ്രൈവ്, നരിമാൻ പോയിൻ്റ്, ഒരു 10 മിനിറ്റ് ഡ്രൈവ്. മുംബൈ ഹൈക്കോർട്ട് കെട്ടിടവും ഒരു ഗംഭീരൻ ഹെറിറ്റേജ് കെട്ടിടമാണ്. നോക്കിയപ്പോൾ ആർട്ട് ഡെക്കോ മുംബൈ എന്ന് പറയുന്ന വലിയൊരു എൻസെമ്പിളിൻ്റെ ഭാഗമാണ് ഈ പ്രൗഢമായ കെട്ടിടങ്ങളൊക്കെ. അത് കാണാനായിട്ട് ഇനി മുംബൈക്ക് ഇനിയും വരേണ്ടി വരും. മുംബൈയുടെ ഏറ്റവും എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. മറീന എന്ന് ലോക്കലായിട്ട് അറിയപ്പെടുന്ന സ്ഥലം. മറൈൻ ഡ്രൈവ്, മുംബൈയുടെ വിഖ്യാതമായിട്ടുള്ള ആ ഒരു കോസ്റ്റൽ ലൈൻ, സൺസെറ്റ് പോയിൻറ്റുകൾ. ഇവിടെ അറേബ്യൻ കടലിൻ്റെ ഒരു ക്വീൻസ് നെക്ലസ് എന്നറിയപ്പെടുന്ന ഒരു വാക്ക് വേ പ്രോമനേഡ് ഉണ്ട്. ഭയങ്കര ലോങ് ആയിട്ട് കിലോമീറ്റേഴ്സ് നീളുന്ന ഒരു സൺസെറ്റ് വ്യൂ പോയിൻറ്റും ഈ കാറ്റുകൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ നമുക്കൊന്ന് പാർക്കിംഗ് നോക്കാം. നരിമാൻ പോയിൻ്റാണ് ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അവിടെ ക്ലോസ്ഡ് ആണ്. അവിടെ പോലീസും ഉണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും മറൈൻ ഡ്രൈവിൽ കുറച്ച് നേരം ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. മുംബൈ സ്കൈ ലൈൻ ഇങ്ങനെ കണ്ട് ഒരു പാർക്കിംഗ് സ്ലോട്ട് നോക്കുകയാണ്. നല്ല തിരക്കാണ്. ഫ്രൈഡേ നൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഇങ്ങനെ ഇനി കൂടി വരും. 6 മണി, നല്ല വെയിലാണ്. ഇവിടെ സൺസെറ്റ് ഒരു 7 മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ വെസ്റ്റ് കോസ്റ്റിൽ മൊത്തം. ഒബ്രോയ് തുടങ്ങി എല്ലാ പമ്പന്മാരും ഉണ്ട് മറൈൻ ഡ്രൈവ് ഈ മേഖലയിൽ. പറഞ്ഞല്ലോ, റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നതും പിന്നെ അതുപോലെ വളരെയധികം ഫിനാൻഷ്യലി അപ്സ്കെയിൽ ആയിട്ടുള്ള സ്ഥലമാണ്. വളരെ കഷ്ടപ്പെട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. കുറച്ച് നീക്കി കൊണ്ടിടേണ്ടി വന്നു. നല്ല കാറ്റ്, പടിഞ്ഞാറൻ വൈകുന്നേരത്തെ കാറ്റ് ഗംഭീരമാണല്ലോ, കടലിൽ നിന്ന് ഇങ്ങനെ അടിക്കുകയാണ്. ഒരുപാട് സെലിബ്രിറ്റികളുടെ സ്ഥലം കൂടിയാണ് മുംബൈയും, പ്രത്യേകിച്ചും മറൈൻ ഡ്രൈവും. അമിതാഭ് ബച്ചനൊക്കെ ആദ്യകാലത്ത് ചാൻസ് ഇല്ലാണ്ട് അലിഞ്ഞു നടക്കുമ്പോൾ മറൈൻ ഡ്രൈവിൽ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയിരുന്നു എന്നൊക്കെ പണ്ടത്തെ ഇൻ്റർവ്യൂലൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒരു സീ ഷേപ്പ് പ്രോമനേഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 3.6 കിലോമീറ്റേഴ്സ് ഒരു വാക്ക് വേ ആണിത്.
ആൻഡ് ഡ്രൈവ് ചെയ്യും. പുതിയ റോഡും കോസ്റ്റൽ ഹൈവേ ഉണ്ട് അവിടെ. ഇതിങ്ങനെ രാത്രി ഇങ്ങനെ നല്ല ബ്രൈറ്റ് ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഡയമണ്ട് നെക്ലസ് പോലെ തോന്നുന്നതാണ് പറയുന്നത്, ക്വീൻസ് നെക്ലസ്. കടലിലേക്ക് നോക്കി ഇങ്ങനെ കാറ്റും കൊണ്ടിരുന്നാൽ നേരം പോണത് അറിയില്ലല്ലോ ശരിക്കും. ഭയങ്കര ഒരു മനുഷ്യന് കണ്ടാലും മതിയാവാത്തൊരു വിസ്മയമാണ് കടൽ അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നു, സൺസെറ്റ് കാത്തിരുന്നു. അങ്ങനെ അതേ സൺസെറ്റ് ഇങ്ങനെ തുടങ്ങി, സൂര്യൻ ഇങ്ങനെ സുവർണ്ണ നിറമായി. ഇനി അധികം താമസിയാതെ മുംബൈയുടെ കടലിൽ സൂര്യൻ മുങ്ങും. അപ്പോൾ നമ്മൾ എന്ത് രസകരമായ കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു മണിക്കൂറിലധികം ഇവിടെ ഇരുന്നു. ഇനി പതുക്കെ എഴുന്നേറ്റ് നീങ്ങാണ്. മനസ്സോടെ നമുക്ക് ഇവിടുന്ന് പോകണം. ഇനിയും കാണാനുണ്ട് ബോംബെയുടെ ചില ബാക്കി ഭാഗങ്ങൾ. അപ്പോൾ നീങ്ങാണ്. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് നീങ്ങുന്നത് കറക്റ്റ് ടൈമിലാണ്. ഇനി കൂട്ടായിട്ട് ജനം കൂടെ ഒഴുകുകയാണ്. ഇനി ഇവിടെ നല്ല ബ്ലോക്കും തിരക്കായിരിക്കും. എല്ലാവരുടെയും യൂത്തിൻ്റെയും ഫാമിലീസിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട ഒരു ഈവനിങ് ഇടാണ്. മുംബൈയുടെ ഈ പുതിയ കോസ്റ്റൽ ഹൈവേ ഒരു ഗംഭീരൻ സംഭവം തന്നെയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ പേര് ഇത്തിരി വലുതാണ്. ധരംവീർ സ്വരാജ് രക്ഷക് ഛത്രപതി സംഭാജി മഹാരാജ് മുംബൈ കോസ്റ്റൽ റോഡ്. എൻ്റെ അമ്മോ, റോഡിൻ്റെ അത്ര തന്നെ നീളമുള്ള പേരാണ്. ഇറ്റ്സ് 29.2 കിലോമീറ്റർ 8 ലൈൻ എക്സ്പ്രസ് വേ ആണ്. ഇത് വെസ്റ്റേൺ കോസ്റ്റ് ലൈനിൽ കൂടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പോണ ഭാഗമൊക്കെ ശരിക്കും കടലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, എക്സ്റ്റെൻഡ് ചെയ്തിട്ട്. അപ്പോൾ സിറ്റിയുടെ ഉള്ളിൽ കൂടെ അല്ല, ഈ കോസ്റ്റ് ലൈനിൽ കൂടെ പോകുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും എന്ന് ഒരു മാത്രം വെറുതെ നനച്ചു പോയി. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വർളി, പിന്നെ വർളിയിൽ നിന്ന് സീ ബ്രിഡ്ജ് വഴി വർളി ബാന്ദ്ര സീ ലിങ്ക് റോഡ് വഴി നമ്മൾ ജുഹുവിലേക്ക് എത്തണം. അപ്പോൾ അതിനിടയിൽ 1-2 സ്ഥലങ്ങൾ കാണണം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹാജി അലി ദർഗയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹാജി അലി ദർഗ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള യുണീക്കായിട്ടുള്ളൊരു മോസ്കാണല്ലോ. ഫ്ലോട്ടിംഗ് മോസ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കുമ്പോൾ അതിൻ്റെ എക്സിറ്റ് കഴിഞ്ഞു. അപ്പോൾ എക്സിറ്റ് എന്ന് പറയാനായിട്ട് പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. നമുക്കത് അറ്റത്ത് കാണാം. അപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. നമുക്കങ്ങനെ ഓടിച്ചെന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമല്ല അത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അങ്ങനെ ഒരു പാർക്കിംഗ് സ്പോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ചെറിയ ഒരു കോസ് വേ പോലെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ബണ്ട് പോലെ അതിൽ കൂടെ പോയിട്ട്, അപ്പോൾ നമുക്കത് അത്ര പ്രാക്ടിക്കൽ. ഇവരൊക്കെ അങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. 1-2 സ്ഥലം നിർത്തി ചോദിച്ചു, പക്ഷേ അപ്പോൾ നമുക്കത് നടക്കില്ല. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ഈ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ നമുക്ക് കാണാൻ തന്നെ പറ്റുള്ളൂ. അത് ഈ കോസ് വേ അതിലേക്കുള്ള വഴി ഹൈറ്റൈഡിൻ്റെ സമയത്ത് മുങ്ങും. മെയിൻലാൻഡിൽ നിന്ന് 500 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ദർഗയ്ക്കുള്ള ദൂരം. പക്ഷേ ഈ വഴി ഇങ്ങനത്തെ ആയതുകൊണ്ട് അത്ര പ്രാക്ടിക്കലായിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഇടാം. മുംബൈയിൽ ഇനിയുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട്. ഒരു ഫ്ലോട്ടിംഗ് മോസ്ക് എന്നാണ് ഈ 15-ാം നൂറ്റാണ്ട് സൂഫി ദർഗ അറിയപ്പെടുന്നത്. ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ ഈ കോസ്റ്റൽ ഈ റൂട്ടിലൊക്കെ കാണുന്നത് കേട്ടോ. വല്ലാണ്ട് മാറിപ്പോയിട്ടോ. എന്തായാലും ഇത് ഒരു പ്രത്യേക ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ് ഇതിലുള്ള യാത്ര. നമ്മളിങ്ങനെ നീങ്ങുമ്പോൾ ഹാജി അലി ദർഗ നമുക്ക് സൈഡിൽ ഇതാ കാണുന്നുണ്ട്, ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് രാത്രി ഫുള്ള് ഓപ്പണാണ് ഇത്ര ഈ ദർഗ. അതിൻ്റെ കോസ്വേയും ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നടക്കാനുള്ള ബണ്ടും. പക്ഷേ ഇത് കണ്ടോ, മാർബിളിൽ പണിത് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ലോകം പോലെയാണ് നിൽക്കുന്നത്.
ഒരു 10-10:30 വരെയൊക്കെ അവിടെ ധാരാളം ആളുകളുണ്ടാവും. പിന്നെ അവിടുത്തെ ഖവാലി മ്യൂസിക്കലായിട്ടുള്ള പെർഫോമൻസ് വളരെ ഫേമസ് ആണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഗംഭീരൻ സംഭവമായിട്ടുള്ള ബാന്ദ്ര വർലി സീ ലിങ്ക് ബ്രിഡ്ജിൽ കയറി. ഒഫീഷ്യലി ഇതിൻ്റെ പേര് രാജീവ് ഗാന്ധി സീ ലിങ്ക് എന്നാണ്. 5.6 കിലോമീറ്റർ 8 ലൈൻ കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ്. ഇത് പഴയ 90 മിനിറ്റ് 1.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്ന ട്രാവൽ ടൈമാണ് 10 മിനിറ്റ്സ് ആക്കിയിട്ടുള്ളത്. വർലീനെയും ബാന്ദ്രേനെയും കണക്ട് ചെയ്തിട്ട് ഇത് നല്ല ലൈറ്റപ്പ് ചെയ്തിട്ട് നല്ലൊരു ലുക്കാണ് രാത്രി ഇതിലുള്ള യാത്ര. എന്തായാലും ബോംബെ കൂടെ ഈ നൈറ്റ് ഡ്രൈവാണ് ബെസ്റ്റ് കേട്ടോ. പിന്നെ ഈ ബ്രിഡ്ജ് വെൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഈ റൂട്ട്സൊക്കെ നമുക്ക് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ നിന്നും പിന്നെ അതുപോലെ നമ്മൾ ഈ കോസ്റ്റൽ റോഡ് ഇപ്പോൾ വന്നില്ലേ, വലിയ പേരുള്ള കോസ്റ്റൽ റോഡ് എല്ലാം കൂടി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മളങ്ങോട്ട് എത്തും ബോംബെയുടെ ഈ വെസ്റ്റേൺ കോസ്റ്റൽ ലൈനിൽ കൂടെ. മുംബൈ വർലി സീ ലിങ്ക് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുംബൈ ഒരു രക്ഷയില്ല കേട്ടോ. മുംബൈ ദുബായ് അല്ലെങ്കിൽ ഒരു ഹോങ്കോങ് ഒക്കെ നമ്മള് ദുബായ് ഒന്നും പോയിട്ടില്ല, എന്നാലും അതിനെ കുറിച്ച് കേൾക്കൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു രീതിയാണ് പെട്ടത്. പിന്നെ ഹൈ റൈസ് ബിൽഡിങ്ങും അതിൻ്റെ ഒരു നൈറ്റ് ലൈനും വൈഡ് റോഡുകളും കടലിൻ്റെ മുകളിൽ കൂടൽ റോഡും എല്ലാം കൂടി കാണുമ്പോൾ ഭയങ്കര പുരോഗമിച്ചു. ഭയങ്കര പുരോഗമനമായി വളർന്ന് വികസിച്ചു. അങ്ങനെ നമ്മൾ വർലി ബാന്ദ്ര സീ ലിങ്ക് സീ ബ്രിഡ്ജ് കടന്ന് ബാന്ദ്രയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ദ ബസിലിക്ക ഓഫ് ആർ ലേഡി ഓഫ് ദ മൗണ്ട് മേരി ചേർച്ച് എന്ന് ഇവിടെ മുംബൈക്കാർക്കിടയിൽ അറിയപ്പെടുന്ന പഴയ ഒരു സെഞ്ച്വറീസ് ഓൾഡ് റോമൻ കാത്തലിക് ചേർച്ചാണ്. ഇത് ഒറിജിനലി പണിതത് പോർച്ചുഗീസ് ജെസ്യൂട്ട്സ് ആണ്. 1640 പണിതതാണ് ജെസ്യൂട്ട് മിഷണറീസ്. പിന്നെ അത് കടൽ കൊള്ളക്കാർ നശിപ്പിച്ചു, പൈറേറ്റ്സ് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇത് കടൽ തീരത്താണല്ലോ, അറേബ്യൻ കടലിൻ്റെ തീരത്ത് കുറച്ച് ഉയർന്നൊരു ചെറിയ കുന്ന് പോലെയാണ് ഇത് നിൽക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് മറാഠ ഇൻവേഡേഴ്സ് 1738 കുറച്ച് നാശനഷ്ടങ്ങൾ വരുത്തി. എന്തായാലും ഇപ്പോഴുള്ള ഇതൊരു സെമി ഗോത്തിക് സ്റ്റൈലിലാണ് ഇപ്പോഴും പണിതിട്ടുള്ളത്. ഇത് 1904 പണിതതാണ്. പക്ഷെ ഇതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി മാത്രമല്ല, ഇതിൻ്റെ വാൾ പെയിൻറ്റിങ്സിൻ്റെ മ്യൂറൽസ് അത് കാണാൻ തന്നെ കുറച്ച് സമയമെടുക്കും. നല്ല രസമായിട്ട് ഫുൾ വാൾസ് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള അധികം പള്ളികൾ കണ്ടിട്ടില്ല. സോ എല്ലാ ബൈബിളിലെ ഏറ്റവും നേറ്റിവിറ്റി മുതൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് നല്ല ഏർത്ത് കളേഴ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചുമരുകൾ മുഴുവൻ. ഈ സ്റ്റാച്യു ഓഫ് മദർ മേരി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇത് പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വുഡൻ സ്റ്റാച്യു ആണ്. പിന്നെ അത് ഈ പല ആക്രമണങ്ങളിൽ അതിൻ്റെ കൈ നഷ്ടപ്പെട്ടു. പിന്നെ അത് റിസ്റ്റോർ ചെയ്ത് പള്ളി പണിത് കഴിഞ്ഞപ്പോൾ കൈ കിട്ടാത്തത് കൊണ്ട് ഒരു ഉണ്ണിയേശുവിനെ മാതാവിൻ്റെ കയ്യിൽ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. സോ ദിറ്റ്സ് എ വെരി പീസ്ഫുൾ പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മദർ മേരി ഗ്രോട്ടോ ഉണ്ട്. അവിടെയും നിറയെ ജനങ്ങളുണ്ട്, പള്ളിയിലും ആളുകളുണ്ട്. ഇത്രയും ലേറ്റായിട്ട് ഇറ്റ്സ് അറൗണ്ട് 9 o'clock, പക്ഷേ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. മേ ബി മുംബൈക്കാർ കൂടുതൽ ഇങ്ങനെ രാത്രിയാണല്ലോ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ളതും ജോലി തിരക്ക് കഴിയുന്നതും ഒക്കെയുള്ള സമയം. Made it nicely big one down and gate is open. Stop karo. There are some hidden agendas, of course, but in most of the other parts of India that happens. All of this happens. Candle lighting. That is okay. That is English style. Here is not English style, but It's the sentiment that you have to come and light the as candles. people are coming then because like 2 candles at least. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന ജൂഹു ബീച്ചിലേക്ക് എത്തി. പാർക്കിങ്ങിൽ നല്ല തിരക്കാണ്, ഫ്രൈഡേ നൈറ്റ് ഗെയിൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അവിടെ ആ ക്യാൻഡിൽ തെളിയിക്കാനായിട്ട് ഇപ്പോൾ കോർപ്പറേഷൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ തടഞ്ഞു. ജനങ്ങളുടെ സെൻറ്റിമെൻറ്റിനെ അത് ബാധിക്കണു. ക്യാൻഡിൽ തെളിയിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുക? അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വൈകാരികമായൊരു സംഭാഷണമായിരുന്നു പുള്ളിയുടെ. അപ്പോൾ അത് ഒരു ഹിഡൻ അജണ്ടകൾ പലതും ഉണ്ടാവും. മഹാരാഷ്ട്രയിൽ അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ജൂഹു ഭയങ്കരമായിട്ട് ബസ്ലിംഗ് ആണ്, ജനത്തിരക്കാണ്. കച്ചവട സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ തന്നെ ഇഷ്ടം പോലെ ഏരിയയാണ്. ഭക്ഷണം കഴിക്കണം,
പക്ഷേ ഇവിടെ ഒരു നിൽപ്പനടിക്കാനുള്ളൊരു സെറ്റപ്പ് അല്ല, കുറച്ച് ടയേർഡാണ്. അപ്പോൾ നമുക്ക് ഇരുന്ന് നല്ല ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിക്കാം. അപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിൽ കാലൂത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ജനങ്ങളങ്ങടെ അർമാദിക്കുകയാണ്. ജുഹു എന്നുള്ളത് പണ്ടേ മുംബൈയുടെ ഒരു വലിയൊരു പരിച്ഛേദമായിട്ട് കേട്ടിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും സമ്പന്നരും ഏറ്റവും ദരിദ്രരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലം. ജൂഹു ബീച്ച് ഒരു ലോകമാണ്. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല കേട്ടോ. അത് ചാർപ്പായ റെൻറ്റിന് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ വിൽക്കാനല്ല കേട്ടോ, റെൻറ്റിനാണ്. അതാണല്ലോ അവർക്ക് ലാഭം. അത് പിക്നിക്കിന് ആൾക്കാർക്ക് വാങ്ങി ഓരോന്ന് വിരിച്ചിട്ടിരിക്കാൻ. കുറേ ഫാമിലികൾ ആൾക്കാർ കൂട്ടമായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നുണ്ട്. അതിൽ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കണോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങി കഴിക്കണം. അങ്ങനെ ഇതാ മോളിൽ കൂടെ ഫ്ലൈറ്റ് പോകണു. ജൂഹു എയർപോർട്ട് തൊട്ടടുത്താണ്. പിന്നെ അങ്ങ് കടലിനങ്ങറ്റത്ത് ഇഷ്ടംപോലെ ഷിപ്സും ബോട്ട്സും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ മുംബൈയുടെ സ്കൈലൈൻ ദാ ബിൽഡിങ് അവിടെ ഇങ്ങനെ കാണാം, നൈറ്റ് സ്കൈലൈൻ. അങ്ങനെ ഒരു നല്ല ജീവനുള്ള ഒരു കടപ്പുറാണ്. കുറച്ച് കൂടുതൽ ജീവനാണ്. നൈറ്റ് ലൈഫിൻ്റെ ഒരു കേന്ദ്രം. സിൽവർമാൻ ഷോ ഒക്കെ നിർത്തി ഭക്ഷണം കഴിച്ച് ഫോണൊക്കെ വിളിച്ചിരിക്കുക. ആൾക്കും ഇല്ല ആളുടേതായ ഒരു ജീവിതം. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം, നല്ല ടേസ്റ്റുള്ള ഫുഡ്, അടിപൊളി. ബോംബെ എന്തെങ്കിലും അടിപൊളിയാണ്. ഒരു പ്രാവശ്യം വരണം. ബോംബെയിലെ ബാന്ദ്ര സൈഡിൽ നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന സ്റ്റേ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെറ്റപ്പാണ്. ഒരു 2 BHK പ്രീമിയം അപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ സെൽഫ് ചെക്ക് ഇൻ മോഡാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ മെയിൻ ഡോറിൻ്റെയും ബെഡ്റൂംസിൻ്റെയും പാസ് കീ അയച്ചു തരും. നമ്മൾ തന്നെ അത് വെച്ച് ചെക്ക് ഇൻ ചെയ്യണം. കുഴപ്പമില്ല. അപ്പോൾ അതിന് കീ വേറെയുണ്ട്. എല്ലാം തുറന്നു കിട്ടി. ഇവിടെയൊക്കെ അത്യാവശ്യം ബോംബെയിൽ പൊതുവെ നല്ല പ്രൈസാണ് കേട്ടോ. സ്റ്റേ പ്ലേസസൊക്കെ ഹോട്ടൽസും ഹോം സ്റ്റേസ് ആയാലും എന്തായാലും നല്ല ലൊക്കേഷനും പാർക്കിങ്ങൊക്കെ ഉള്ളതിന് നല്ല പ്രൈസുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ അത്യാവശ്യം ബജറ്റിൽ ഒതുങ്ങുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ചത്. കൊള്ളാം. എവറിത്തിങ് നീറ്റ് ആൻഡ് ന്യൂ. അപ്പം നമുക്കിനി ഭക്ഷണം കഴിച്ചു, നല്ല ഫുഡ് കഴിച്ചു, താമസത്തിലെത്തി. 11:45, 11:30. ഇനി ഉറങ്ങാം. വേഗം കുളിച്ച് ഫ്രഷായി ഉറങ്ങാം. അപ്പോൾ ഗുഡ് നൈറ്റ്. Good night from FTT. Good night. Family Travel Trail. See you tomorrow.